video we are going to study the formulas of electrostatics. Okay. Q by Q as charge. Fc എന്ന് പറഞ്ഞാൽ force between the charges, E electric field intensity, lambda linear charge density, sigma surface charge density, rho volume charge density, epsilon 0 permittivity of free space, epsilon permittivity of medium, epsilon r relative permittivity, K dielectric constant, phi electric flux. N cap എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെക്ടർ along normal, R distance from the charge or bodied center, capital R is a radius, delta gradient, V electric potential or potential difference, dr small change in position vector, W work done, P vector dipole moment, U potential energy, C capacitance between charge. It is the fundamental property of matter due to which matter experiences effect of electric and magnetic field. അതായത് ഒരു മാറ്റർ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും എക്സ്പീരിയൻസ് ചെയ്യാൻ എടുക്കുന്ന ഒരു പ്രോപ്പർട്ടി, ഒരു ഫണ്ടമെൻ്റൽ പ്രോപ്പർട്ടീനെയാണ് നമ്മൾ ചാർജ് എന്ന് പറയുന്നത്. ഇലക്ട്രോണിൻ്റെ ചാർജ് എത്ര? ചാർജ് ഓഫ് എൻ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 1.6 × 10⁻⁻19 കൂളംബാണ് ചാർജ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ഓക്കെ, 1.6 × 10⁻⁻19 കൂളംബാണ് ചാർജ് ഓഫ് ഇലക്ട്രോൺ. ഇമ്പോർട്ടൻ്റ് ആണ്. ലീനിയർ ചാർജ് ഡെൻസിറ്റി. ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് എ ബോഡി. അതായത് ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? Q/L-നെയാണ് നമ്മൾ ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ. ഓക്കെ, ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ ഈക്വൽ ടു Q/L ആണ്. ഇനി സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ചാർജ് പെർ യൂണിറ്റ് ഏരിയ ആണ്, സിഗ്മയാണ് സർഫസ് ചാർജ് ഡെൻസിറ്റി. അത് എത്രയാണ്? Q/A ഏരിയ ആയിരിക്കും വരുന്നത്. ഇനി വോളിയം ചാർജ് ഡെൻസിറ്റി അപ്പോൾ എന്തായിരിക്കും? റോ എന്തായിരിക്കും? റോ ഇസ് ഈക്വൽ ടു Q/V. ഓക്കെ, ഇനി ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ദ റീജിയൻ ഓഫ് ഇൻഫ്ലുവൻസ് സറൗണ്ടിങ് എ ചാർജ്ഡ് ബോഡി അപ് ടു വിച്ച് ഇറ്റ് ക്യാൻ ഇൻഫ്ലുവൻസ് അതർ ചാർജ് പാർട്ടിക്കിൾസ്. അതായത് ഒരു റീജിയൻ ഉണ്ട്. ഇപ്പം ഇതൊരു ഇലക്ട്രോൺ ഇതുണ്ടോ? ഇതൊരു ഇലക്ട്രോൺ ആണ്. അപ്പം ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഫീൽഡ് ഇല്ലേ? അതായത് ഇതിൻ്റെ പുറത്ത് പോയി ഇതിൻ്റെ ചാർജ് ഇത് എക്സ്പീരിയൻസ് ചെയ്യില്ല. ഇതാണ് ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ്. ഇതുവരെ ഇത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ചാർജ് എക്സ്പീരിയൻസ് ചെയ്യില്ല. ആ ഒരു ഫീൽഡിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ദ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻ പാസിംഗ് ത്രൂ ഔട്ട് ദ ഫീൽഡ് ഓർ ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ചാർജ് പ്ലേസ്ഡ് ഇൻ ദ ഫീൽഡിനെയാണ് നമ്മൾ എന്താ പറയുക? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ചാർജ്, F/Qനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. ന്യൂട്രൽ പോയിൻ്റ് അല്ലെങ്കിൽ നൾ പോയിൻ്റ്, ദ പോയിൻ്റ് വേർ റിസൾട്ടൻറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി 0. അതായത് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി 0 ആയിരിക്കുന്ന പോയിൻറ്റിനെയാണ് നമ്മൾ നൾ പോയിൻ്റ് എന്നോ റിസൾട്ടൻറ്റ് പോയിൻ്റ് എന്നോ പറയുന്നത്. ഇലക്ട്രിക് ഫ്ലക്സ്. Flux linking an area is defined as number of field line passing through a given area perpendicularly. Electric flux എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ഏരിയയിൽ ഡിഫൈൻഡ് ആസ് നമ്പർ ഓഫ് ഫീൽഡ് ലൈൻ പാസിങ് ത്രൂ ദി. ഇപ്പോൾ ഇതൊരു സർക്കുലർ ആണ്. ഇതിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന ലൈൻസ്, ഫീൽഡ് ലൈൻസ് ഇല്ലേ? ഇപ്പോൾ പോയിൻ്റ് ആണെങ്കിൽ സർക്കുലർ ആയിരിക്കും അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് വരിക. ഫ്ലക്സ് ആക്ട് ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, സോ പെർപെൻഡിക്കുലർ ആയി നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ എ ഗിവൺ ഏരിയ പെർപെൻഡിക്കുലർലിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇനി ഗോസ് ലോ ഇമ്പോർട്ടൻ്റ് ആണ്. ഗോസ് ലോ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്ലക്സ് ലിങ്കിങ് എനി ക്ലോസ്ഡ് സർഫസ് ഇസ് ഓൾവേസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ദ നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദി സർഫസ്. അതായത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്ലക്സ് ലിങ്കിങ് എനി ക്ലോസ്ഡ് സർഫസ് ഇസ് ഓൾവേസ് ഈക്വൽ ടു 1/ε ടൈംസ് ദ നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദി സർഫസ്. ഗോസസ് ലോ പറയുന്നത്
ഒരു ക്ലോസ്ഡ് സർഫസിൽ ഉണ്ടാകുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് 1/ε0 ടൈംസ് ദ നെറ്റ് ചാർജ് ആയിരിക്കും. അതായത് Q/ε0 ആയിരിക്കും അവിടെ ഉണ്ടാകുന്ന ഗോസ് ലോ, അവിടെ ഉണ്ടാകുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത്. ആ ഒരു ലോനെയാണ് നമ്മൾ ഗോസസ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ദ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് in a field is defined as amount of work done to bring a unit positive test charge from infinity to that point. അതായത് ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു പോയിന്റിലോട്ട് യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരാൻ എടുക്കുന്ന വർക്കിനെയാണ് നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതായത് ഇൻഫിനിറ്റിയിൽ നിന്ന് എവിടെന്നോ നിന്നിട്ട് ഒരു പോയിന്റ് ചാർജിനെ എവിടെ കൊണ്ടുവരികയാണ്, നമ്മുടെ പോയിന്റിലോട്ട് കൊണ്ടുവരാണ്. ആൻഡ് അതിനാവശ്യമായിട്ടുള്ള എമൗണ്ട് ഓഫ് വർക്ക്, നമ്മൾ എത്ര വർക്ക് അതിന് കൊടുത്തു, അതിനെയാണ് നമ്മൾ എന്താ പറയുക, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. Potential difference between 2 points is defined as the amount of work done in bringing unit positive charge from one point to another. ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലോട്ട് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരാൻ എടുക്കുന്ന എമൗണ്ട് ഓഫ് എനർജി അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് വർക്കിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇൻഫിനിറ്റിയിൽ നിന്നാണ് കൊണ്ടുവരണമെങ്കിൽ അതിനെ നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്നും, 2 പോയിന്റ്സ് തമ്മിലുള്ള ഇടയിലേക്ക് കൊണ്ടുവരാൻ എടുക്കുന്ന ഇതിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി. The work done in bringing a charged particle from infinity to a point in a field will store as potential energy in the charge. അതായത് ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു പോയിന്റിലോട്ട് കൊണ്ടുവരാൻ എടുക്കുന്ന ചാർജിന് അത് സ്റ്റോർ ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജിനെയാണ് നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. It is the surface where the potential at any point of a surface has same value. Okay, it is the surface where the potential at any point of surface has same value. Same potential at any surface ന് same value ഉള്ളതിനാണ് നമ്മൾ ഇക്വിപൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തതാണ് ഇലക്ട്രിക് ഡൈപോൾ. Two equal and opposite charges separated by a finite distance is called dipole. ഒരു -q ചാർജും ഒരു +q ചാർജും ഒരു r ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. ഡൈപോൾ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ, ഡൈപോൾ മൊമെൻ്റ് m എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എയ്തർ ദ ചാർജസ് ഇൻ ഡൈപോൾ ആൻഡ് ഡൈപോൾ ലെങ്ത്. അതായത് q ഇൻറ്റു ആറിനെയാണ് നമ്മൾ എന്ത് പറയാം, ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത്. പോസിറ്റീവ് ആണെങ്കിൽ +QR, ഇപ്പം നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ -QR. അതിനാണ് നമ്മൾ ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത്. കൊറോണ ഡിസ്ചാർജ്. When an electric field on a surface of a conductor σ/ε0 exceeds the electric strength of the air becomes conducting and the surface of the conductor loses charge. This action usually occurs at sharp points where sigma will be high. This phenomena is called corona discharge. Corona discharge എന്ന് പറഞ്ഞാൽ ചില സ്ഥലത്ത് ചില കണ്ടക്ടറിൽ σ/ε0 എന്ത് ചെയ്യും, കൂടും. ഇലക്ട്രിക് സ്ട്രെങ്ത് കൂടുമ്പോൾ എയർ ബിക്കം കണ്ടക്ടിങ് ആൻഡ് ദ സർഫസ് ഓഫ് കണ്ടക്ടർ ലോസ് ചാർജ്. അതായത് ചില സ്ഥലങ്ങളിൽ കണ്ടക്ടറിനെക്കാട്ടിലും കൂടുതൽ ഇലക്ട്രിക് സ്ട്രെങ്ത് എയറിനുണ്ടെങ്കിൽ എയർ എന്താകും, കണ്ടക്ടിങ് ആയിട്ട് മാറും. അപ്പം എന്ത് ചെയ്യും, ശരിക്കുള്ള കണ്ടക്ടർ അതിൻ്റെ ചാർജ് ലോസ് ചെയ്യും. ഈ ആക്ഷൻ കാരണം അവിടെ ഒരു ഷാർപ്പ് പോയിന്റ് ഉണ്ടാകും വേർ സിഗ്മ വിൽ ബി ഹൈ. അവിടുത്തെ സിഗ്മ എന്തായിരിക്കും, ഹൈ ആയിരിക്കും. ആൻഡ് ദിസ് ഫിനോമിനൺ ഇസ് നോൺ ആസ് കൊറോണ ഡിസ്ചാർജ്. ഇനി അടുത്തത് കപ്പാസിറ്റൻസ് ആണ്. കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റൻസ് ഓഫ് എ ബോഡി ഈസ് ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് ഓഫ് ചാർജ് റിക്വയർഡ് പെർ യൂണിറ്റ് റൈസ് ഓഫ് പൊട്ടൻഷ്യൽ ഓഫ് ദി ബോഡി. അതായത് എമൗണ്ട് ഓഫ് ചാർജ് റിക്വയർഡ് പെർ യൂണിറ്റ് റൈസ് ഓഫ് പൊട്ടൻഷ്യൽ ഓഫ് എ ബോഡി. അതായത് ഒരു എമൗണ്ട് ഓഫ് ചാർജ് റിക്വയർഡ് ടു റൈസ്, ഒരു യൂണിറ്റ് പൊട്ടൻഷ്യലിനെ റൈസ് ചെയ്യാൻ എടുക്കുന്ന ചാർജിനെയാണ് നമ്മൾ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. കണ്ടൻസർ അല്ലെങ്കിൽ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ an arrangement of conductor which increases the capacity of the one conductor at relatively low potential is called as capacitor or conductors. സീരീസ് കോമ്പിനേഷനും ഉണ്ട്, പാരലൽ കോമ്പിനേഷനും ഉണ്ട്. 2 or more capacitors are said to be in series if same amount of charges passes through all the capacitors. അതായത് കപ്പാസിറ്ററിനെ ഇങ്ങനെയല്ലേ റെപ്രസെൻ്റ് ചെയ്യാം. ഇപ്പോൾ ഒരേ ആൾക്കാർ ഇങ്ങനെ സെയിം അവിടെ എന്താണ് സെയിം എമൗണ്ട് ഓഫ് ചാർജാണ് പാസ് ചെയ്യുന്നതെങ്കിൽ
ചാർജ് സെയിം ആണെങ്കിൽ അതിന് നമ്മൾ സീരീസ് കോമ്പിനേഷൻ എന്നും, ഇനി അവിടെ ഉണ്ടാകുന്നത് എന്താണ്, ഡിഫറെൻറ്റ് ചാർജ് ആയിരിക്കും. 2 or more branches are said to be parallel if they are connected between same point if they have voltage same. അവർക്ക് ഉണ്ടാകുന്ന വോൾട്ടേജ് ആയിരിക്കും സെയിം. അങ്ങനെ തന്നെയാണ് നമ്മൾ പാരലൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. എ നെറ്റ് ചാർജ് ഓൺ എനി ബോഡി ഇസ് ഗിവൺ ബൈ തീറ്റ ഇസ് ഈക്വൽ ടു NE. നെറ്റ് ചാർജ് എന്ന് പറയുന്നത് എന്തായിരിക്കും, NE ആയിരിക്കും. ആൻഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇസ് set to the body or removed from the body ആയിരിക്കും N എന്ന് പറയുന്നത്. ഇനി കൂളംസ് ലോ പറയുന്നത് ഫോഴ്സസ് ബിറ്റ്വീൻ 2 ചാർജസ് ആണ്. F is equal to K Q1 Q2 by R² ആയിരിക്കും. K എന്ന് പറഞ്ഞാൽ എന്താണ്, 1/4πε0 ആയിരിക്കും. ഇത് എയർ ആണ് മീഡിയം എങ്കിൽ 1/4πε0, അതർ മീഡിയം ആണെങ്കിൽ 1/4πε0 ആയിരിക്കും. ഓക്കെ, അതാണ്, അല്ലെങ്കിൽ K0 എന്നായിരിക്കും വരിക. ഇനി ഇത് ഒരു T തിക്നെസ് ഉള്ള ഇതാണ്, ഒരു സാധനം വെച്ചു നടുക്ക് Q1 Q2 ചാർജസ് ഉണ്ട്. ആൻഡ് അവിടെ ഫോഴ്സ് F ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 1/4πε0 Q1 Q2 R-T പ്ലസ് T√K² the whole square ആയിരിക്കും. ഇവിടെ ഉണ്ടാകുന്ന എന്താണ്, ഇതൊരു മീഡിയം, K പറഞ്ഞൊരു മീഡിയം അവിടെ കൊണ്ടുവച്ചു. ആൻഡ് അതിൻ്റെ തിക്നെസ് T ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 1/4πε0 Q1 Q2 by R-T പ്ലസ് T√K the whole square ആയിരിക്കും. ഫോഴ്സ് ഓൺ എ ചാർജ് പാർട്ടിക്കിൾ ഇസ് പ്ലേസ്ഡ് ഇൻ ഇലക്ട്രിക് ഫീൽഡ്. ഇതൊരു ഇലക്ട്രിക് ഫീൽഡാണ്. ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, സ്ട്രെയിറ്റ് ആയിരിക്കും. അവരെന്തായില്ല, ക്രോസ് ചെയ്യില്ല എന്ന് പഠിച്ചിട്ടില്ലേ? ഓക്കെ, അങ്ങനെയാണ്. അതിന് നടുക്കൊരു ചാർജ് Q കൊണ്ടുവച്ചു. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് F is equal to QE ആയിരിക്കും. E എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡാണ്. ഇൻ ദസ് ഫോം F is equal to, വെക്റ്റർ ഫോമിലാണെങ്കിൽ F is equal to QE ആണ്. ഫോഴ്സും ഇലക്ട്രിക് ഫീൽഡും വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ദേ ബോത്ത് ഹാവ് ഡയറക്ഷൻ. Q is positive and opposite if Q is negative. ഇനി ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു പോയിൻറ്റ് ചാർജ്. ഒരു പോയിൻറ്റ് ചാർജ് കൊണ്ടുവച്ചു. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്, ഇലക്ട്രിക് ഫീൽഡ് പറഞ്ഞാൽ E equal to 1/4πε0 Q/R² ആയിരിക്കും. ഇത്രയും നേരം നമ്മൾ ഫോഴ്സ് ആയിരുന്നു പറഞ്ഞത്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡാണ് പറയുന്നത്. ഇലക്ട്രിക് ഫീൽഡ് പറഞ്ഞാൽ 1/4πε0 Q/R² ആയിരിക്കും. ആൻഡ് ഡയറക്ഷൻ എവേ ഫ്രം ദ ചാർജ് ആണെങ്കിൽ Q പോസിറ്റീവും, ടുവേർഡ്സ് ദ ചാർജ് ആണെങ്കിൽ Q നെഗറ്റീവ് ആയിരിക്കും. ഇതിപ്പോൾ എവേ ഫ്രം ദ ചാർജ് ആയതുകൊണ്ട് പോസിറ്റീവാണ്. ആൻഡ് ടുവേർഡ്സ് ദ ചാർജ് ആണ് വരുന്നതെങ്കിൽ നെഗറ്റീവും ആയിരിക്കും വേണ്ടത്. നൾ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അവിടെ എന്തായിരിക്കും, അവിടുത്തെ നെറ്റ് 0 ആയിരിക്കും. ഇപ്പോൾ ഇതൊരു ഇതാണ് സ്മോൾ Q ആണ് നൾ പോയിൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. N നൾ പോയിൻ്റ് ആണ്. ചെറിയൊരു ചാർജ് Q അവിടെ വെച്ചിട്ടുണ്ട്. Qയിൽ നിന്ന് Nലോട്ടുള്ള ഡിസ്റ്റൻസ് X ആണെങ്കിൽ X എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും, D/√Q/Q+1 ആയിരിക്കും. ഇത് ലൈക്ക് ചാർജസ് ആണെങ്കിൽ. ഓപ്പോസിറ്റ് ചാർജസ് ആണെങ്കിൽ -1 ആയിരിക്കും. D/√Q/Q-1 ആയിരിക്കും. ഓക്കെ, ഇലക്ട്രിക് ഫ്ലക്സ് ഫോർ എ ക്ലോസ്ഡ് സർഫസ് എന്ന് പറഞ്ഞാൽ, ക്ലോസ്ഡ് സർഫസ് ആണെങ്കിൽ φ is equal to ഇൻ്റഗ്രൽ ED cos θ അല്ലെങ്കിൽ ഇൻ്റഗ്രൽ E.ds എന്ന് പറയാം. ഓക്കെ, ഇലക്ട്രിക് ഫ്ലക്സ് ഫോർ എ യൂണിഫോം ഫീൽഡ് ആണെങ്കിൽ φ is equal to ES cos θ ആയിരിക്കും, അല്ലെങ്കിൽ E.s എന്ന് പറയാം. Phi max ആണെങ്കിൽ ±ES when lines are perpendicular to the surface. Phi minimum ആണെങ്കിൽ 0 ആയിരിക്കും when lines are parallel. ലൈൻസ് പാരലൽ ആകുമ്പോൾ Phi മിനിമവും, ലൈൻസ് പെർപെൻഡിക്കുലർ ആകുമ്പോൾ Phi മാക്സിമം ആയിരിക്കും. Phi പോസിറ്റീവ് ഫോർ ലീവിങ് ഫ്ലക്സും Phi നെഗറ്റീവ് ഫോർ എൻട്രിങ് ഫ്ലക്സും ആയിരിക്കും. അതായത് ഇതിപ്പോൾ ഒരു ഇതാണ്, ഇവിടെ ഉണ്ടാകുന്ന ഫ്ലക്സ് ഇപ്പോൾ ഉള്ളോട്ട് കയറുകയാണെങ്കിൽ ഇവിടെ നെഗറ്റീവ് ഫ്ലക്സും, പുറത്തോട്ടാണ് പോകുന്നതെങ്കിൽ പോസിറ്റീവ് ഫ്ലക്സും ആയിരിക്കും ഉണ്ടാകുന്നത്. നമ്പർ ഓഫ് ഫീഡ് ലൈൻസ് കമ്മിങ് ഔട്ട് ഓർ എൻ്ററിങ് ഇൻ ഫോർ എ ചാർജ് Q is Q/ε0. നമ്പർ ഓഫ് ഫീഡ് ലൈൻസ് എന്ന് പറയുന്നത് Q/ε0 ആയിരിക്കും.
ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ചാർജ്ഡ് വയർ. ഒരു ചാർജ്ഡ് വയർ ആണെങ്കിൽ കണ്ടോ, ഒരു ചാർജ്ഡ് വയർ ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫ്ലക്സ് എന്തായിരിക്കും? E ഈക്വൽ ടു ലാംഡ ബൈ 2πε0r. ലാംഡ ബൈ 2πε0r ആയിരിക്കും അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ്. ഫീൽഡ് ഡ്യൂ ടു ചാർജ്ഡ് സർക്കുലർ ആർക്ക് ആണെങ്കിൽ എന്താ വെച്ചാൽ EC ഈസ് ഈക്വൽ ടു 2kq ബൈ തീറ്റ ആർ സ്ക്വയർ സൈൻ തീറ്റ ബൈ 2 ആയിരിക്കും. ഇവിടെ തീറ്റ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ ആയിരിക്കും, ക്യൂ ഇവിടുത്തെ ചാർജ് ആണ്, ആർ ഇവിടുത്തെ റേഡിയസ് ആണ്, കെ എന്ന് പറഞ്ഞത് 1/4πε0 ആയിരിക്കും. 5 ഷുഡ് ബി ഇൻ റേഡിയൻ, അല്ലെങ്കിൽ തീറ്റ ഷുഡ് ബി ഇൻ റേഡിയൻ. ഓക്കെ, അടുത്തത് ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ്ഡ് റിംഗ് അറ്റ് എനി പോയിന്റ് അറ്റ് എ പോയിന്റ് ഓഫ് ആൻ ആക്സിസ്. എന്താ വെച്ചാൽ ഒരു റിങ്ങിലാണെങ്കിൽ, യൂണിഫോംലി ചാർജ്ഡ് റിംഗ് ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് Q/4πε0 ഇൻറ്റു എക്സ്. എക്സ് എന്ന് പറയുന്നത് ഒരു പി പറഞ്ഞ പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. എക്സ് ബൈ ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ റൈസ് ടു 3/2 ആയിരിക്കും. ഓക്കെ, Q/4πε0 എക്സ് ബൈ ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ റൈസ് ടു 3/2 ആയിരിക്കും അവിടെ ഉണ്ടാകുന്ന ഫീൽഡ്. എവിടെ ഉണ്ടാകുന്ന ചാർജ്ഡ് റിംഗ് ആണെങ്കിൽ, യൂണിഫോംലി ചാർജ്ഡ് റിംഗ്. അതിന് യൂണിഫോംലി ചാർജ്ഡ് ഷീറ്റ് ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് E ഈക്വൽ ടു സിഗ്മ ബൈ 2πε0 ആയിരിക്കും. സിഗ്മ ബൈ 2πε0. ഓക്കെ, ഇതൊക്കെ എൻട്രൻസിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ്ഡ് കണ്ടക്ടിങ് പ്ലേറ്റ്. നേരത്തെ ഒരു ഷീറ്റ് ആയിരുന്നു, ഇപ്പോൾ കണ്ടക്ടിങ് പ്ലേറ്റ് ആയപ്പോൾ ഇവിടെ രണ്ട് സർഫസ് ഇല്ലേ, അപ്പോൾ 2 ഇൻറ്റു സിഗ്മ ബൈ 2ε0 എന്നാണ് വരിക. അപ്പോൾ ഇതെന്തായിട്ട് മാറും? E ഈക്വൽ ടു സിഗ്മ ബൈ ε0 ആയിട്ട് മാറും. ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ്ഡ് കണ്ടക്ടിങ് സ്ഫിയർ അല്ലെങ്കിൽ സ്ഫെറിക്കൽ ഷെൽ ആണെങ്കിൽ എന്താണ്? അതിൻ്റെ ഉള്ളിൽ ഇൻസൈഡിലുള്ള പോയിൻ്റ് ആണെങ്കിൽ ഇൻസൈഡിൽ അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും, കാരണം അവിടുത്തെ ചെറിയ ആറ് സ്മോളറാണ്. ഇനി അറ്റ് സർഫസിലാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് സിഗ്മ ബൈ ε0 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 Q/r² ആയിരിക്കും. ക്യാപിറ്റൽ ആറിൻ്റെ സ്ക്വയർ ആയിരിക്കും. ഇനി ഔട്ടർ സർഫസിലാണെങ്കിൽ 1/4πε0 Q/r² ആയിരിക്കും. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ്ഡ് നോൺ കണ്ടക്ടിങ് സ്ഫിയർ. നേരത്തെ കണ്ടക്ടിങ് സ്ഫിയർ ആണെങ്കിൽ ഇപ്പം നോൺ കണ്ടക്ടിങ് സ്ഫിയർ ആണ്. നോൺ കണ്ടക്ടിങ് സ്ഫിയറിൻ്റെ ഉള്ളിൽ ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ρr/3ε0 ആയിരിക്കും. ρr/3ε0. സർഫസിലാണെങ്കിൽ 1/4πε0 Q/r²ഉം പുറമേ ആണെങ്കിൽ 1/4πε0 Q/r² ആയിരിക്കും. അപ്പോൾ കണ്ടക്ടിങ് സ്ഫിയറിൻ്റെയും നോൺ കണ്ടക്ടിങ് സ്ഫിയറിൻ്റെയും ഡിഫറൻസ് വരുന്നത് ഇൻസൈഡ് പോയിന്റിലാണ്. ഇനി അടുത്തത് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഇൻസൈഡ് എ ക്യാവിറ്റി ഓഫ് എ കണ്ടക്ടിങ് സ്ഫിയർ. ഒരു കണ്ടക്ടിങ് സ്ഫിയറിൻ്റെ ഉള്ളിൽ ഒരു ക്യാവിറ്റി ഉണ്ട്, അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. ഫീൽഡ് ഇൻസൈഡ് ദ ക്യാവിറ്റി ഓഫ് എ യൂണിഫോംലി ചാർജ്ഡ് നോൺ കണ്ടക്ടിങ് സ്ഫിയർ. ഒരു നോൺ കണ്ടക്ടിങ് സ്ഫിയറിൻ്റെ ഉള്ളിൽ ഒരു ക്യാവിറ്റി വന്നു, അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് E ഈസ് ഈക്വൽ ടു ρr/3ε0 ആയിരിക്കും. ഓക്കെ, ഈ ആർ എന്ന് പറയുന്നത് രണ്ടതിൻ്റെയും സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആയിരിക്കും. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എനി പോയിന്റ് പി ഏതെങ്കിലും ഒരു പോയിന്റ് പി എന്ന് പറയുന്നതിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അവിടുത്തെ വർക്ക് ഡൺ ബൈ ചാർജ് ആയിരിക്കും, അതായത് W/Q ആയിരിക്കും. പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് ആണെങ്കിൽ എന്തായിരിക്കും? ഒരു പോയിന്റ് ചാർജ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ ആണെങ്കിൽ 1/4πε0 Q/r ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ 1/4πε0 Q/r² ആയിരിക്കും. പൊട്ടൻഷ്യൽ ആണെങ്കിൽ Q/r ആയിരിക്കും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എനി 2 പോയിൻറ്റ്സ് എ ആൻഡ് ബി ആണെങ്കിൽ VB മൈനസ് VA എന്ന് പറഞ്ഞാൽ WA/Q ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഗ്രൂപ്പ് ഓഫ് ചാർജസ് Q1, Q2, Q3 to Qn എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്നത് V1 + V2 + V3 + എക്സെട്ര Vn, അതായത് 1/4πε0 ഇൻറ്റു Q1/R1 + Q2/R2 + Q3/R3 + എക്സെട്ര Qn/Rn ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, 1/4πε0 സമ്മേഷൻ ഓഫ് Qi/Ri.
പൊട്ടൻഷ്യൽ ഡ്യൂ ടു യൂണിഫോംലി ചാർജ്ഡ് റിംഗ്. ഒരു യൂണിഫോംലി ചാർജ്ഡ് റിംഗ് ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ 1/4πε0 Q/√R² + X² ഇവിടെ സെൻറ്ററിൽ ഉണ്ടാകുന്നത് 1/4πε0 Q/R ആയിരിക്കും. കാരണം എക്സ് 0 ആയി പോകും. പൊട്ടൻഷ്യൽ ഡ്യൂ ടു ചാർജ്ഡ് വയർ. ഒരു ചാർജ്ഡ് വയർ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ λ/4πε0 log x + L/x ആയിരിക്കും. പൊട്ടൻഷ്യൽ ഡ്യൂ ടു ചാർജ്ഡ് ഡിസ്ക് ആണെങ്കിൽ വി പി എന്ന് പറഞ്ഞാൽ σ/2ε0 √R² + X² - X ആയിരിക്കും. ആൻഡ് അവിടുത്തെ സെൻറ്ററിൽ ഉണ്ടാകുന്നത് σR/2ε0 ആയിരിക്കും. പൊട്ടൻഷ്യൽ ഡ്യൂ ടു യൂണിഫോംലി ചാർജ്ഡ് കണ്ടക്ടിങ് സ്ഫിയർ ഓർ സ്ഫെറിക്കൽ ഷെൽ ആണെങ്കിൽ വി എന്ന് പറയുന്നത് 1/4πε0 Q/R ആയിരിക്കും. അറ്റ് എനി പോയിൻറ്റ് ഇൻസൈഡ് ഉള്ളിലുള്ള പോയിന്റിൽ Q/R ആയിരിക്കും. ഔട്ടർ സർഫസിലാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ K/KQ/R ആയിരിക്കും. ഇനി പൊട്ടൻഷ്യൽ ഡ്യൂ ടു യൂണിഫോംലി ചാർജ്ഡ് നോൺ കണ്ടക്ടിങ് സ്ഫിയർ ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്നത് അറ്റ് ഇൻസൈഡ് പോയിന്റ് ഇൻസൈഡ് ആണെങ്കിൽ Q/4πε0 R³ × 3R² - small r²/2. സർഫസിലാണെങ്കിൽ അതിൻ്റെ സർഫസിലാണെങ്കിൽ KQ/R ആയിരിക്കും. ആൻഡ് ഔട്ടർ സർഫസിലാണെങ്കിൽ KQ/small r ആയിരിക്കും. ആൻഡ് സെൻറ്ററിൻ്റെയും സർഫസിൻ്റെയും ഇതെന്ന് പറഞ്ഞാൽ വി സെൻറ്റർ = 3/2 വി സർഫസ് ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ബിറ്റ്വീൻ 2 പോയിൻറ്റ് ചാർജസ് എന്ന് പറഞ്ഞാൽ 1/4πε0 Q1 Q2/R ആയിരിക്കും. അതായത് KQ1 Q2/R ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ചാർജ് പ്ലേസ്ഡ് ഇൻ എൻ ഇലക്ട്രിക് ഫീൽഡിലാണെങ്കിൽ യു എന്ന് പറയുന്നത് QV ആയിരിക്കും. വി പൊട്ടൻഷ്യൽ അറ്റ് എ പോയിൻറ്റ് വേർ ചാർജസ് പ്ലേസ്ഡ്. ഇനി പൊട്ടൻഷ്യൽ എനർജി ഓഫ് 2 ചാർജ് സിസ്റ്റം പ്ലേസ്ഡ് ഇൻ എൻ എക്സ്റ്റേണൽ ഫീൽഡ് ആണെങ്കിൽ യു പറഞ്ഞാൽ Q1 V1 + Q2 V2 + 1/4πε0 Q1 Q2/R ആയിരിക്കും. ഇനി അടുത്തത് work to be done by external agent to change the distribution of charge in a system. അതായത് ചാർജിൻ്റെ മാറ്റണമെങ്കിൽ അവിടെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി മൈനസ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. വർക്ക് ഡൺ ഇൻ മൂവിങ് എ ചാർജ് പാർട്ടിക്കിൾ ബിറ്റ്വീൻ 2 പോയിൻറ്റ് ഇൻ എ ഫീൽഡ് എന്ന് പറയുന്നത് QVB - VA ആയിരിക്കും. എക്സ്റ്റേണൽ ഏജൻസി ഉണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് വഴിയാണെങ്കിൽ -QVB - VA ആയിരിക്കും. ഇനി ഗെയിൻ ഇൻ കൈനറ്റിക് എനർജി ഓഫ് എ ചാർജ് പാർട്ടിക്കിൾ വെൻ ആക്സലറേറ്റഡ് ത്രൂ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ΔV. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന കൈനറ്റിക് എനർജി Q∆V ആയിരിക്കും. റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ. ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ E = ഗ്രേഡിയൻറ്റ് V ആയിരിക്കും. ഓക്കെ, ∂V/∂xi -∂V/∂yj -∂V/∂zk ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡ്. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ -E.dr ആയിരിക്കും. VA - VB എന്ന് പറഞ്ഞാൽ E.dr ആയിരിക്കും. n small drops of volt each are combined to form big drop. അതൊരു കുറേ ചെറിയ ഡ്രോപ്സ് കൂടിയിട്ട് ഒരു വലിയ ഡ്രോപ്പാണ് ഉണ്ടാകുന്നത്. അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ n⁻²/3 V സ്മോൾ ആയിരിക്കും. ഓക്കെ, ബിഗിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് n⁻²/3 V ആയിരിക്കും, V സ്മോൾ ആയിരിക്കും. ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് P എന്ന് പറയുന്നത് QL ആയിരിക്കും. ഡൈപോൾ പ്ലേസിന് യൂണിഫോം ഫീൽഡ് ആണെങ്കിൽ അവിടുത്തെ ടോർക്ക് = PE sin θ ആയിരിക്കും. മാക്സ് എന്ന് പറഞ്ഞാൽ P ഈ അറ്റ് തീറ്റ 90 ആകുമ്പം P മാക്സ് ആയിരിക്കും. തീറ്റ മിനിമം, അതായത് തീറ്റ 0 അല്ലെങ്കിൽ 180 ആകുമ്പം മിനിമം ആയിരിക്കും. അവിടെ നിന്ന് ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും അറ്റ് എനി വാല്യൂ ഓഫ് തീറ്റ. ഇനി എന്തായിക്കോട്ടെ ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് 0 ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോൾ U = -PE cos θ അല്ലെങ്കിൽ -PE ആയിരിക്കും. ഓക്കെ, അപ്പോൾ തീറ്റ 180 ആകുമ്പോൾ പൊട്ടൻഷ്യൽ മാക്സിമം ആയിരിക്കും. തീറ്റ 0 ആകുമ്പം പൊട്ടൻഷ്യൽ മിനിമം ആയിരിക്കും. ആൻഡ് 180 ആകുമ്പം അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം, തീറ്റ 0 ആകുമ്പം സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആവും. ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ പെർഫോംഡ് ബൈ ഡൈപോൾ വെൻ ഡിസ്റ്റർബ്ഡ്
അറ്റ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷൻ തീറ്റ ഈക്വൽ ടു 0 ആണെങ്കിൽ ടൈം പീരീഡ് ഈക്വൽ ടു 2π√I/PE മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ്. ഇവിടെ ഒരു ആക്സിയൽ ലൈൻ ഉണ്ട്. അപ്പോൾ എഫ് ആക്സിസ് എന്ന് പറയുന്നത് K×2p/r³ ആയിരിക്കും. ഇക്വറ്റോറിയൽ പ്ലെയിനിലാണെങ്കിൽ, ഇതിപ്പോൾ ആക്സിയൽ പ്ലെയിനിലാണെങ്കിൽ 2p/r³ ആയിരിക്കും. ഇപ്പോൾ പെർപെൻഡിക്കുലർ ആണ് രണ്ടാളുള്ളതെങ്കിൽ എന്തായിരിക്കും? p/r³, Kp/r³ ആയിരിക്കും. സോ രണ്ടാളും തമ്മിലുള്ള ഇതെന്ന് പറഞ്ഞ റിലേഷൻ എന്തായിരിക്കും? Q ഇക്വറ്റോറിയൽ ഈക്വൽ ടു Q ആക്സിസ് ഈക്വൽ ടു 2Q ഇക്വറ്റോറിയൽ ആയിരിക്കും. E ഇക്വറ്റോറിയൽ ആയിരിക്കും. ആംഗിൾ ബിറ്റ്വീൻ P ആൻഡ് D 180 ആയിരിക്കും. എൻ്റെ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു തീറ്റ വെച്ചിട്ടുണ്ട്. അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 1/4πε0 അല്ലെങ്കിൽ Kp/r³ √3 cos² θ + 1 ആയിരിക്കും. ആൻഡ് ടാൻ ആൽഫ എന്ന് പറയുന്നത് 1/2 ടാൻ തീറ്റ ആയിരിക്കും. ഇലക്ട്രിക് ഫോഴ്സ് ബിറ്റ്വീൻ 2 ഡൈപോൾസ്, 2 ഡൈപോൾസ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫോഴ്സ് ആണ്. എഫ് എന്ന് പറയുന്നത് K×6p1p2/r⁴ ആയിരിക്കും. 2 ഡൈപോൾ ഉണ്ടാക്കുന്ന ഫോഴ്സസ് ആണ് K×6p1p2/r⁴ ആയിരിക്കും. അതിന് ഒരു പെർപെൻഡിക്കുലർ ആണെങ്കിൽ 3p1p2/r⁴ K ആയിരിക്കും. ഇനി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഡൈപോൾ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആക്സിയൽ ലൈൻ ആണെങ്കിൽ V എന്ന് പറഞ്ഞാൽ Kp/r², ഇക്വിറ്റോറിയൽ ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ 0 ആയിരിക്കും. ഇനി ഒരു തീറ്റ ആംഗിളിൽ വെച്ചിട്ടാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് Kp cos θ/r² ആയിരിക്കും. Kp cos θ/r². കപ്പാസിറ്റൻസ് ഓഫ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ നടുവിൽ എയർ ആണ്. ഇപ്പോൾ അവിടെ ഉണ്ടാകുന്ന കപ്പാസിറ്റൻസ് ε0A/d ആയിരിക്കും. ഇനി ഒരു ഡൈലക്ട്രിക് വെച്ചിട്ടുണ്ട്. C എന്ന് പറയുന്നത് K∈0A/d ആയിരിക്കും. ഇനി അത് കുറച്ച് ചെറുതാണ്, ചെറിയൊരു ഇത് വെച്ചതാണ്. അതിന് ഇൻ ബിറ്റ്വീൻ വെച്ചൊരു പ്ലേറ്റ് വെച്ചു. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്നത് ε0A/d - L + L/K ആയിരിക്കും. ഇനി 2 വെച്ചിട്ടുണ്ട്. K1 K2 ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റും L1 L2 ലെങ്ത്തും ആണെങ്കിൽ അവിടുത്തെ C എന്ന് പറയുന്നത് ε0A/d - L1 + L2 + എക്സെട്ര L1/K1 + L2/K2 + എക്സെട്ര ആയിരിക്കും. റിലേഷൻ ബിറ്റ്വീൻ വോൾട്ടേജ് ഓൺ എ കപ്പാസിറ്റർ ആൻഡ് ചാർജ് സ്റ്റോർഡ് ഇൻ ഇറ്റ്, അതായത് Q = CV ആയിരിക്കും. സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ 1/C എഫക്റ്റീവ് എന്ന് പറയുന്നത് 1/C1 + 1/C2 + എക്സെട്ര 1/CN. പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ C എഫക്റ്റീവ് C1 + C2 + എക്സെട്ര CN ആയിരിക്കും. ചാർജിങ് ഓഫ് എ കപ്പാസിറ്റർ. ഒരു കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ വർക്ക് ഡൺ ബൈ ബാറ്ററി CV², എനർജി സ്റ്റോർഡ് ½ CV², ഹീറ്റ് ലോസ് ½ CV² ആയിരിക്കും. ഷെയറിംഗ് ഓഫ് ചാർജസ്. V1 greater than V2 ആണ്. ഷെയറിംഗ് ടേക്ക് പ്ലേസ് അൺടിൽ ബോത്ത് ദ കപ്പാസിറ്റേഴ്സ് ഗെറ്റ് കോമൺ വോൾട്ടേജ് അക്രോസ് ദം. രണ്ടാൾക്കും കോമൺ വോൾട്ടേജ് കിട്ടുമ്പോഴാണ് ഷെയറിംഗ് നടക്കുന്നത്. കോമൺ വോൾട്ടേജ് കിട്ടുക എന്ന് പറയുന്നത് C1V1 + C2V2/C1 + C2 ആയിരിക്കും. ലോസ് ഇൻ എനർജി ഇൻ ദ പ്രോസസ്സേഴ്സ് ഹീറ്റ് ലോസ് ½ C1C2/C1 + C2 × V1 - V2² ആയിരിക്കും. Q1 എന്ന് പറയുന്നത് C1V1ഉം Q2 എന്ന് പറയുന്നത് C2V2 ആയിരിക്കും. ആൻഡ് ഫൈനൽ ചാർജ് ആഫ്റ്റർ ഷെയറിംഗ് എന്തായിരിക്കും? Q1' C1VCയും, അതായത് C1/C1 + C2 × Q1 + Q2. Q2' എന്ന് പറയുന്നത് C2/C1 + C2 × Q1 + Q2 ആയിരിക്കും. ഓക്കെ. ഇൻഡ്യൂസ്ഡ് ചാർജ് ഓൺ ഡൈലക്ട്രിക്സ്. ഇൻഡ്യൂസ്ഡ് ചാർജ് QI എന്ന് പറയുന്നത് Q01 - 1/K ആയിരിക്കും. ഇഫക്റ്റ് ഓഫ് ഡൈലക്ട്രിക് ഓൺ എ കപ്പാസിറ്റർ. ഒരു കപ്പാസിറ്ററിൽ ഡൈലക്ട്രിക്കിൻ്റെ എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ കപ്പാസിറ്റൻസ് ആണെങ്കിൽ ബിഫോർ ഡൈലക്ട്രിക് പ്ലേസ്ഡ് ചെയ്യുമ്പം ε0A/d ആയിരിക്കും. ആഫ്റ്റർ ഡൈലക്ട്രിക് പ്ലേസ്ഡ് K×0 ആയിരിക്കും. വിത്ത് സെല്ലും വിത്തൗട്ട് സെല്ലും അത് തന്നെ ആയിരിക്കും. വോൾട്ടേജ് ആകുമ്പം വോൾട്ടേജ് V0 ആയിരിക്കും. സെല്ലുണ്ടെങ്കിലും V0, സെല്ലില്ലെങ്കിൽ V0/K ആയിരിക്കും. ചാർജ് സ്റ്റോർ ചെയ്യുന്നത്
ക്യൂ എന്ന് പറയുന്നത് സി ബി ആയിരിക്കും. വിത്ത് സെല്ലാണെങ്കിൽ കെ ക്യൂ സീറോയും വിത്തൗട്ട് സെൽ ക്യൂ സീറോ ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ പ്ലേറ്റ്സ് ഇ ഈക്വൽ ടു വി ബൈ ഡി ആയിരിക്കും. വിത്ത് സെല്ല് ഇയും വിത്തൗട്ട് സെല്ല് ഇ സീറോ ബൈ കെ ആയിരിക്കും. എനർജി സ്റ്റോർഡ് ഹാഫ് സി ബി സ്ക്വയർ ആയിരിക്കും. ആൻഡ് സെല്ലുണ്ടെങ്കിൽ കെ യു സീറോ ആയിരിക്കും. സെല്ലില്ലെങ്കിൽ യു സീറോ ബൈ കെ. ഫോഴ്സ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് എഫ് എന്ന് പറയുന്നത് ക്യൂ സീറോ ബൈ 2a എപ്സിലോൺ സീറോ ആയിരിക്കും. സെല്ലുണ്ടെങ്കിൽ കെ എഫ് സീറോയും സെല്ലില്ലെങ്കിൽ എഫ് സീറോ ബൈ കെയും ആയിരിക്കും. ഫോഴ്സ് ബിറ്റ്വീൻ ദ പ്ലേറ്റ് ഓഫ് എ കപ്പാസിറ്റർ. കപ്പാസിറ്ററിൻ്റെ ഇടയിലുള്ള ഫോഴ്സ് എന്താണെന്ന് വെച്ചാൽ ക്യൂ സീറോ ബൈ 2a എപ്സിലോൺ സീറോ ആയിരിക്കും. അവിടെ ഉണ്ടാകുന്ന കപ്പാസിറ്റൻസ് ഓഫ് എ സ്ഫെറിക്കൽ കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ സി ഈക്വൽ ടു 4π എപ്സിലോൺ 0 ആർ ആയിരിക്കും. ഇങ്ങനൊരു ഇതാണെങ്കിൽ റേഡിയസ് സ്മോൾ എയും സ്മോൾ ബിയും ഉണ്ട്. ഇങ്ങനെയാണ് എർത്തിങ് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ 4π എപ്സിലോൺ 0 എ ബി ബൈ ബി മൈനസ് എയും ാണ് എർത്തിങ് നടക്കുന്നതെങ്കിൽ സി ഈക്വൽ ടു 4π എപ്സിലോൺ 0 ബി സ്ക്വയർ ബൈ ബി മൈനസ് എ ആയിരിക്കും. ആൻഡ് രണ്ടും കൂടി കണക്റ്റഡ് ആണെങ്കിൽ 4π എപ്സിലോൺ 0 ബി യു ആയിരിക്കും. എൻ ഐഡൻറ്റിക്കൽ സ്മോൾ ഡ്രോപ്സ് ആർ കമ്പൈൻഡ് ഫ്രോം ബിഗ് ആണെങ്കിൽ അവിടുത്തെ കപ്പാസിറ്റൻസ് ബിഗിൻ്റെ കപ്പാസിറ്റൻസ് n⁻⁴ സി സ്മോൾ ആയിരിക്കും. പൊട്ടൻഷ്യൽ ആണെങ്കിൽ n⁻²/3 വി സ്മോൾ ആയിരിക്കും. അവിടുത്തെ എനർജി എന്ന് പറയുന്നത് n⁵ യു സ്മോളും ആയിരിക്കും. ഷെയറിംഗ് ഓഫ് ചാർജ് കോമൺ പൊട്ടൻഷ്യൽ ആണ്. കോമൺ പൊട്ടൻഷ്യൽ R1 V1 പ്ലസ് R2 V2 ബൈ R1 പ്ലസ് R2 ആയിരിക്കും. അവിടുത്തെ ഹീറ്റ് ലോസ് 2π എപ്സിലോൺ 0 R1 R2 ബൈ K1 പ്ലസ് R1 പ്ലസ് R2 ഇൻറ്റു V1 മൈനസ് V2 സ്ക്വയർ ആയിരിക്കും. ഫൈനൽ ചാർജ് അവിടെ ഉണ്ടാകുന്നത് R1 ബൈ R1 പ്ലസ് R2 Q1 പ്ലസ് Q2യും Q2 ഡാഷ് എന്ന് പറയുന്നത് R2 ബൈ R1 പ്ലസ് R2 ഇൻറ്റു Q1 പ്ലസ് Q2 ആയിരിക്കും. ഇനി കപ്പാസിറ്റൻസ് ഓഫ് എ സിലിണ്ടർ ആണ്. സിലിണ്ടറിൻ്റെ കപ്പാസിറ്റൻസ് 2π എപ്സിലോൺ 0 L ബൈ ലോഗ് R2 ബൈ R1 ആയിരിക്കും. എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എനർജി സ്റ്റോർഡ് ഓർ യൂണിറ്റ് വോളിയം ഹാഫ് എപ്സിലോൺ 0 ഇ സ്ക്വയർ ആയിരിക്കും. ഇനി കുറച്ച് ഗ്രാഫ്സ് ആണ്. ഫോഴ്സ് ബിറ്റ്വീൻ 2 ചാർജസ് ആണെങ്കിൽ അവിടുത്തെ ഗ്രാഫ് നെഗറ്റീവ് പാരബോള ആയിരിക്കും ഉണ്ടാകുന്നത്. എഫ് പ്രൊപ്പോർഷണൽ ടു 1/r² ആയതുകൊണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നത് അവിടെ എന്തായിരിക്കും 1 ഇതേ ഗ്രാഫ് തന്നെയായിരിക്കും, കാരണം ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r². ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ചാർജ്ഡ് വയർ വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ് ആണെങ്കിൽ 1/r ആയിരിക്കും, പ്രൊപ്പോർഷണൽ ടു 1/r ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ്ഡ് റിംഗ് ഓൺ ആൻ ആക്സിസ് ആണെങ്കിൽ ഗ്രാഫ് ഏകദേശം ഇങ്ങനെ ഉണ്ടാവുക, കാരണം എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് r/√2 ആയിരിക്കും. അവിടെ ഉണ്ടായിരുന്ന ഇലക്ട്രിക് ഫീൽഡ് Q/4π എപ്സിലോൺ 0 x/r² പ്ലസ് x² ഹോൾ റേസ് ടു 3/2 ആയിരിക്കും. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നല്ലോണം ചെയ്തുകൊണ്ടിരിക്കുക. ഈ ചാപ്റ്ററിൻ്റെ കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്യുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരിക്കും എന്തായാലും ചോദിക്കാം.